വൈശാലി, ഇത് നിന്നെ കാണാൻ ആരോ വന്നേക്കുന്നു. റിസപ്ഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കാണാനോ? ആരാടാ? ഏതോ രാഘവാന്നാ പറഞ്ഞേ. ഏ, അവൻ ഇവിടെയും വന്നോ? ആടി, ഇവനെ കൊണ്ട് ശല്യോയി. ഇന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാടി. വരണം വരണം മിസ്സസ് രാഘവ്. മിസ്സസ് രാഘവോ? അതിനെപ്പോഴാടാ ഞാൻ നിന്നെ കെട്ടിയത്? ഉടനെ കിട്ടൂല്ലോ, അതുകൊണ്ട് എനിക്ക് വിളിക്കാലോ. എടാ, ഞാൻ നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന്. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് ബോധമില്ലേ? ബോധമില്ലാഞ്ഞിട്ടൊന്നുമല്ല, കുറച്ചു നാൾ ഞങ്ങളുടെ അവതാരത്തിലായിരുന്നല്ലോ, അതിൻ്റെ നന്ദിയെങ്കിലും കാണിച്ചോരടി നിനക്ക്. ഓ ഹലോ, കഷ്ടിച്ച് 1.5 വർഷം മാത്രമേ ഞാൻ നീയാ പറഞ്ഞ സോക്കോൾഡ് അവതാരത്തിൽ അവിടെ നിന്നിട്ടുള്ളൂ. ബാക്കി നാൾ മൊത്തം ഞാൻ കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാ പഠിക്കാൻ വരെ പോയത്. എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായം മൊത്തം ചെയ്തിട്ടാ ഞാൻ അവിടെ നിന്നത്. അതുകൊണ്ട് നീ അവതാരത്തിൻ്റെ കണക്കൊന്നും ഇങ്ങോട്ടുണ്ടാക്കാൻ നിൽക്കണ്ട. ജഡി, ഒച്ച വെക്കരുത്. ദേ, ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാ എൻ്റെ ഈ 5 വിരലുകളും നിന്റെ കവിളത്ത് പതിയും. അതുകൊണ്ട് ഇവിടെ കൂടുതൽ സീൻ ഉണ്ടാക്കാണ്ട് നീ ഇറങ്ങി പോവാൻ നോക്ക്. നീ അങ്ങോട്ടല്ലേ എഴുന്നള്ളാൻ പോകുന്നേ? വാടി, കാണിച്ചു തരാം നിന്നെ. അയ്യോ, അതിനാരെങ്ങോട്ട് എഴുന്നള്ളാൻ പോകുന്നു? ഇനി ചത്താലും ഈ വൈശാലി കാലെടുത്ത് ആ മുറ്റത്ത് ചവിട്ടില്ല, കേട്ടോടാ. മിയ, സാർ ഇസ് കോളിങ് യു. ആ, ഞാൻ പൊക്കോളാം. സാർ എന്തിനാ വിളിച്ചേ? ഇന്നലെ പ്രിപ്പയർ ചെയ്ത ഷീറ്റിലെ കണക്കിന് ചെറിയ ക്രമക്കേട് പോലെ. താനൊന്ന് റീചെക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് മെയിൽ ചെയ്യണം. ആ, ഷുവർ സാർ. പിന്നെ താൻ വൈശാലിയുടെ ഫ്രണ്ടല്ലേ? വൈശാലി ആരായിട്ടാണ് റിസപ്ഷൻ്റെ അവിടെ നിന്ന് സംസാരിക്കുന്നത്? അത് അവളുടെ മുറച്ചെറുക്കനാ. അവളെ കാണാൻ വേണ്ടി വന്നതാ. യു മെയിൽ യു നോ. എടി, നീ ഇത് സാറിനൊന്ന് കൊടുത്തേക്കോ. എനിക്ക് മെയിൽ ചെയ്യാൻ സമയമില്ല, ഞാൻ നേരത്തെ ഇറങ്ങുവാ. ആടി, ഞാൻ കൊടുത്തേക്കാം, നീ പൊക്കോ. സർ, മേ കം ഇൻ? വാ. സർ, ഇത് മിയ തന്നതാ. മെയിൽ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അവളിതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇവിടെ വെച്ചേക്ക്. എന്നാൽ ശരി സർ, ഞാൻ ഇറങ്ങുവാ. അതിന് ഞാൻ നിന്നോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞില്ലല്ലോ വൈശാലി. അല്ല, വർക്ക് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് പോകാലോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞതാ അങ്ങനെ. അല്ല, തൻ്റെ മുറച്ചെറുക്കൻ തന്നെ ഇന്ന് കാണാൻ വന്നിരുന്നല്ലോ, എന്താ വിശേഷം? മാരീജ്? എൻ്റെയും നിങ്ങളുടെ സാറിൻ്റെ കല്യാണമാണ് ഈ വരുന്ന 27-ന്. രണ്ടുപേരും തീർച്ചയായിട്ടും വരണം. വൈശാലി, ഞാൻ തന്നോടാ ചോദിച്ചത്. സോറി സർ, ഇത് ഓഫീസാണ്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആടി, പറ. അല്ല, എൻ്റെ കൊച്ചിപ്പോഴും വിഷമത്തിലാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചായിരുന്നേ. അഥവാ വിഷമത്തിലാണെങ്കിൽ സമയം ഇപ്പോൾ 7 മണി. 7:30 ആകുമ്പോൾ ഞാൻ സ്കൂട്ടിയായിട്ട് നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. എൻ്റെ കൂടെ ഇങ്ങ് പോന്നേര്. ഇവിടെ ഡാഡിയും മമ്മിയൊന്നുമില്ല, അതുകൊണ്ട് അസലായിട്ട് നമുക്കിരുന്ന് ഫ്രീ ആയിട്ട് അടിക്കാം. ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇടി, നീ എന്ത് കൂട്ടായിരുത്തി അടി? മനുഷ്യനോട് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ നീ കുടിപ്പിച്ച് കിടത്തുവാണോ? എടി പോത്തേ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സ് അങ്ങേയറ്റം ഡെസ്പായിട്ടിരിക്കുമ്പോൾ ആരെന്ത് വന്ന് പറഞ്ഞാലും നമുക്ക് ഒരിക്കലും അത് ആശ്വാസമാകാനേ പോകുന്നില്ല. അതുകൊണ്ട് ആ സമയത്തൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇത്. ഇത് കുടിച്ചാലുണ്ടല്ലോ, കുറേ നേരത്തേക്ക് ഒന്നും അറിയണ്ട, ഇങ്ങനെ ഫ്രീ ആയിട്ട് പറന്ന് കിടക്കാം. നമ്മുടെ വിഷമമൊക്കെ നമ്മൾ മറക്കും, പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം. അതുകൊണ്ട് പൊന്നുമോൾ പോയി റെഡി ആവാൻ നോക്ക്. കൃത്യം 7:30 ആകുമ്പോൾ ഞാൻ സ്കൂട്ടിയായിട്ട് നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. റെഡി ആയിട്ട് ഇറങ്ങി വന്നോണം, കേട്ടല്ലോ? എൻ്റെ പൊന്നുണ്ണിയേ, നീ ഇപ്പോൾ പറഞ്ഞ ഈ അഡ്വൈസ് ഉണ്ടല്ലോ, അത് നീ വേറെ ആരടുത്തും പോയി വിളമ്പിയേക്കല്ലേ. നല്ല അടി കിട്ടും നിനക്ക്. പിന്നെ എൻ്റെ മൈൻഡ് ഇപ്പം എനിക്കൊന്ന് ഫ്രീ ആക്കണം, അതുകൊണ്ട് ഞാൻ ആ വഴി അങ്ങ് തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് 7:30 ആകുമ്പോൾ മോളിങ്ങ് പോന്നേരും, ഞാനിവിടെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ വഴിക്ക് വാ. ജഗത്, നീ എന്തൊക്കെയാ പറയുന്നേ മോനെ? വെഡിങ് ഇൻവിറ്റേഷൻ വരെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴാണോ നീ ഇതൊക്കെ എഴുന്നള്ളിക്കുന്നേ? അമ്മ,
എനിക്ക് തുടക്കം മുതലേ ഈ കല്യാണത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാലോ. പിന്നെ നിങ്ങളെ നാണം കെടുത്തുന്നെന്ന് കരുതി മാത്രം ഞാൻ എൻഗേജ്മെന്റിന് സംഭവിച്ചത്. എന്നിട്ട് എനിക്കറിയില്ല. ജസ്റ്റ് സ്റ്റോപ്പ് ദിസ്. സ്റ്റോപ്പ് ദിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോനെ? നീ ഇവളെ പറ്റിയെങ്കിലും ഒന്ന് ആലോചിക്കി. അമ്മ, കുഴപ്പമില്ല. പിന്നെ ജഗത്, നിനക്ക് എന്നോട് ഒരു ഫീലിങ്സും ഇല്ല എന്ന് നീ നിൻ്റെ പ്രവൃത്തികളിലൂടെ ഇടയ്ക്കിടയ്ക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞ കാരണം എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നീ ഇപ്പോൾ ഇത് തുറന്നു പറയാനുള്ള കാരണം അതെന്താ ജഗത്? അതൊന്ന് പറയാവോ പ്ലീസ്? എടോ, അത് വേറൊന്നുമല്ല. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിയുന്നവരെ എനിക്ക് തന്നോടൊന്നല്ല, ലോകത്തൊരു പെൺകുട്ടിയോടും ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളെ കണ്ടതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഞാൻ എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? ആ അമ്മ, ഞാൻ പറയുന്നത് സത്യമാ. എനിക്ക് അവളെ വേണം അമ്മ. ഈ ജഗത് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും. മോളെ നീ അമ്മ, ഇറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് ഹീ ഫൗണ്ട് ഹിസ് ലവ്. എനിക്ക് അതോർത്ത് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഈ കല്യാണത്തിന് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, അതത്രേ ഉള്ളൂ. പിന്നെ അവരുടെ നിർബന്ധം കാരണം മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജഗത്തിനെ കാണാനും വരാറ്. അല്ലാതെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ഞാനും അറിഞ്ഞിട്ടില്ല ഈ ലവ് എന്താ, ആ ഫീലിംഗ് എന്താന്നൊക്കെ. മേ ബി എൻ്റെ ആള് ഇപ്പോഴും വെയിറ്റിങ്ങിലായിരിക്കും. അതുകൊണ്ട് ദൈവം എനിക്ക് ഒരു ചാൻസ് കൂടി തന്നു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് ഓൾ ഓക്കെ അമ്മ. ഐ എം ടോട്ടലി ഫൈൻ.